നമ്മളിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ ഏറ്റവും പഴയ മാർക്കറ്റ് പ്ലേസുകളിലൊന്നായ ഗ്രോട്ട് മാർക്കറ്റിലാണ് കേട്ടോ. 12-ാം നൂറ്റാണ്ടില് ബ്രവൻ പ്രൊവിൻസിന്റെ ഡ്യൂക്കായിരുന്ന ഹെൻറി ഒന്നാമൻ തന്റെ പ്രൊവിൻസിന്റെ കച്ചവട വളർച്ചയ്ക്ക് വേണ്ടി ഈ ഒരു പ്ലേസ്, അതായത് ഈ ഒരു സ്ക്വയർ പ്ലേസ് എഴുതി കൊടുത്തതോടെയാണ് ഈ ഗ്രോത്ത് മാർക്കറ്റിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആന്റ്വർപ്പിന്റെ ഹൃദയസ്ഥാനമാണ് ഗ്രോത്ത് മാർക്കറ്റിനും ഇതിനോട് ചേർന്നിട്ടുള്ള ടൗൺ ഹാളിനും ഉള്ളത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്സ് അധികവും ക്ലോസ്ഡ് ആണ്. പിന്നെ ഈ കാണുന്ന ആൾക്കൂട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രോത്ത് മാർക്കറ്റും അതുപോലെ സിറ്റി ഹാളൊക്കെ കാണാൻ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളാണ്. ഗ്രൂത്ത് മാർക്കറ്റിന്റെ വെസ്റ്റേൺ സൈഡിലാണ് ആന്റ്വർപ്പ് സിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് സിറ്റി ഹാളിന്റെ നിർമ്മാണം. ഫ്ലെമിഷ് ഇറ്റാലിയൻ ഡിസൈൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിൽ ഇടം നേടിയ ഒരു ബിൽഡിംഗ് ആണ് ആന്റ്വർപ്പ് സിറ്റി ഹാൾ. ഇതൊരു പഴയ മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനും നല്ല പഴക്കമുണ്ട്. ഓരോന്നിന്റെ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ യുണീക്കാണ്. അതുപോലെ ഒരു ക്ലാസിക്കൽ ടച്ച് ഒക്കെ ഉണ്ട്. ആന്റ്വർപ്പ് സിറ്റി ഹാളിന് മുൻവശത്തായി ഈ സിറ്റിയുടെ ഫൗണ്ടർ ആയിരുന്ന ബ്രവോയുടെ ഒരു വെങ്കല ഫൗണ്ടൈൻ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ അതൊരു റിവറാണ്. അതിന്റെ ഏറ്റവും ടോപ്പിലായി ബ്രവോ ഈ നാടിന്റെ ഭീകര സ്വപ്നമായിരുന്ന ഡുരിയോന്റെ ഹാൻസ് വെട്ടിയെടുത്ത് അത് എറിയുന്നതായിട്ടാണ് പ്രതിമ. ചരിത്രപ്രകാരം ആന്റ്വർപ്പ് എന്നുള്ള ഒരു പേരിന്റെ മീനിങ്ങും അത് തന്നെയാണ്. ഇത് ആന്റ്വർപ്പ് സിറ്റി ടൂറിസം ബസ് ആണ്. ഇവർ ആന്റ്വർപ്പിലെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. ഈ കെട്ടിടങ്ങളുടെയൊക്കെ മെയിൻ ഭാഗങ്ങൾ, അതുപോലെ ഏറ്റവും മുകളിലുള്ള പ്രതിമകളൊക്കെ സ്വർണ്ണവർണ്ണങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ആന്റ്വർപ്പ്. ഗ്രോട്ട് മാർക്കറ്റ് സ്ക്വയറിനുള്ളിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് കത്തീഡ്രൽ ഓഫ് അവർ ലേഡി. 13 തൊട്ട് 15 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ബെൽജിയത്തിലെ ഗോത്തിക് ചർച്ചുകളിൽ വെച്ച് ഏറ്റവും വലുതാണ് ആന്റ്വർപ്പിലേത്. 404 ഫീറ്റാണ് ഇതിന്റെ ഉയരമായി കണക്കാക്കപ്പെടുന്നത്.
കത്തീഡ്രൽ ഓഫ് അവർ ലേഡിയുടെ മെയിൻ എൻട്രൻസിനോട് ചേർന്നാണ് ഈ ഒരു ബോൺ സ്റ്റാച്യു. ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിനിടയിൽ ഒരു മൊമെന്റ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എ ഡോഗ് ഓഫ് ഫ്ലാൻഡേഴ്സ് എന്ന മേരി ലൂസിയുടെ സ്റ്റോറി റെപ്രസെന്റേഷൻ ആണിത്. ഒരു ക്രിസ്തുമസ് ഈവനിങ്ങിൽ എവിടെയും അഭയം ലഭിക്കാതെ തണുത്തുറഞ്ഞ് മരിച്ചുപോയ അനാഥ ബാലനായ നെല്ലോയുടെയും അവന്റെ പെറ്റ് ഡോഗായ പട്രാഷിന്റെയും ഓർമ്മ. നെല്ലോയുടെയും പെട്രാഷിന്റെയും കഥ ലോകപ്രസിദ്ധമായതോടെ ലോകത്തിന്റെ പല കോണിൽ നിന്നുമാണ് ആൾക്കാർ ഇവരെ കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ഓരോ യാത്രകളും പുതിയ കാഴ്ചകൾക്കൊപ്പം പുതിയ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്.